കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. മേയർ എം അനിൽകുമാർ ചെയർമാനായും വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതിക്കാണ് യോഗം രൂപം നൽകിയത്. അടുത്ത മാസം 3-ന് നടക്കുന്ന പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് വേദിയാകുന്നത്. പ്രവേശനോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ തിരക്കുകൾക്കിടയിലും പരീക്ഷാഫലങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ അധ്യാപകർ അവർക്ക് AI ട്രെയിനിങ് നൽകിയ സംസ്ഥാനം കേരളമാണ്. അത് ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തവർ പ്രത്യേകം തന്നെ പരാമർശിക്കില്ല. നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ സിലബസിനകത്തും AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇടം ലഭിച്ചു. നമ്മുടെ വിദ്യാഭ്യാസം ഏറെ മുമ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതായി യോഗത്തിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഇതിന് വിരുദ്ധമായ നടപടികൾ അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ അക്കാഡമിക് രംഗം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെത്തിക്ക് ആൾ പ്രൊമോഷനാണ് ഉള്ളത്. അതുപോലെ ആൾ പ്രൊമോഷൻ അടക്കം അക്കാഡമിക് നിലവാരം കൂടി പരിശോധിച്ചിട്ട് വേണമെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനപ്രതിനിധികൾക്ക് പുറമെ അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മേയർ എം അനിൽകുമാർ ചെയർമാനായും വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.